അപ്പോൾ അടുത്തത് നമ്മളൊരു മെഷ് ആഡ് ചെയ്താൽ, ഞാൻ ഒരു സിലിണ്ടർ ആഡ് ചെയ്യാണ്. നമുക്കിവിടെ ലെഫ്റ്റിലായി ഒരു ബോക്സ് കാണാം. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പാനൽ കാണാം. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ പാനൽ. ഈ ഒരു പാനലിൽ നമുക്ക് ഈ ഒരു സിലിണ്ടറിൻ്റെ ധാരാളം സെറ്റിങ്സ് കാണാം. നമുക്ക് വേർട്ടീസസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, റേഡിയസ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, അതേപോലെ ഇതിൻ്റെ ഡെപ്ത്ത്, കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഇതിൽ തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിനാണ് ഈ ഒരു ഓപ്പറേറ്റർ പാനൽ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ഈ മൗസ് വേറെ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഓപ്പറേറ്റർ പാനൽ പോകുന്നതായിരിക്കും. അത് വീണ്ടും ഡിസ്പ്ലേ ചെയ്യാനായി F9 പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓപ്പറേറ്റർ പാനൽ വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒന്ന് ഓർത്ത് വെക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു സിലിണ്ടർ നമ്മൾ വേറെ എവിടെയെങ്കിലും മൂവ് ചെയ്ത്, അല്ലെങ്കിൽ വേറെ ഈ ഒരു ഒബ്ജക്റ്റ് ആ മറ്റും മൂവ് ചെയ്ത് F9 പ്രസ് ചെയ്യാൻ നോക്കിയാൽ ആ ഒരു ഓപ്പറേറ്റർ പിന്നെ നിങ്ങൾക്ക് ലഭ്യമാവില്ല. അപ്പോൾ ഏതൊരു മെഷീൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് മാറ്റിയതിന് ശേഷം മൂവ് ചെയ്യാവുന്നതാണ്.